മുല്ലശ്ശേരി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ട്. സി എ ബാബുവിന്റെ കൂടുതൽ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോവാം. ഇത് സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ പോലീസ് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കണം. ഇതിൽ അന്ന് കാര്യക്ഷമമായിട്ട് പോലീസ് അന്വേഷിച്ചില്ലേ? ഇല്ല, അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃക്ക മാഫിയ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തണ്ടേ. ഇതൊക്കെ കച്ചവടം നടക്കണത്, കച്ചവടം നടത്താൻ പറ്റില്ല. ഈ കച്ചവടം നടന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് കൃത്യമായിട്ടുള്ള വിവരം നടന്നു? ഉണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അത് അവരെന്നെ പറഞ്ഞുള്ളൂ. ഈ സ്ത്രീകൾ തന്നെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു എന്നുള്ളത്. അവരെ സാമ്പത്തിക പരാതി അവര് പുറംപോക്കിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, SC വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ കഷ്ടത്തിലുള്ള ആൾക്കാരെ അവരാ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയാണ് ഇവര് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എത്ര രൂപ എന്നുള്ള രീതിക്ക് പല രീതിയിലെ കാശ് കിട്ടിയത്. ഇപ്പോൾ കരൽ കൊടുത്ത ആൾക്കാർക്ക് 10 ലക്ഷം കിട്ടിയെന്ന് പറയുന്നുണ്ട്, ചിലവർക്ക് 12 ലക്ഷം കരൽ കൊടുത്തവർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. വൃക്കയും കരളും കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. അതായത് 5 പേര് വൃക്കയും 2 പേര് ലിവർ കരളും കൊടുത്തിട്ടുണ്ട്. വൃക്ക കൊടുത്ത ആൾക്കാർക്ക് 5 ലക്ഷം കിട്ടിയെന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നു. സി എ ബാബുവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. MS ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ലിഷോയ്, ഇത് അദ്ദേഹം ഒരു ആരോപണമോ പരാതിയോ ഒന്നുമായിട്ടല്ല പറയുന്നത്. ഉറച്ച വാക്കുകളായി തന്നെ അദ്ദേഹം പറയുന്നു വൃക്ക മാഫിയ അല്ലെങ്കിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേൾക്കുകയാണ്. ഏതു തരത്തിൽ, ഏതു മാർഗം, എങ്ങനെയാണ് ഈ അവയവ കച്ചവടം നടത്തിയത്, ഇവരിലേക്ക് ഈ ആളുകൾ എത്തിയത് എങ്ങനെയാണ്, പിന്നീട് എങ്ങനെ അവയവം നൽകി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ആ ഒരു പൂർണ്ണ രൂപം ഒന്ന് പറയാമോ? അതായത് ഈ പരാതി നൽകിയത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരൊക്കെയാണ് ഇത് ദാനം ചെയ്തത് അല്ലെങ്കിൽ ഇതിന് അവയവ മാഫിയയ്ക്ക് ഇരയാക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നതിൻ്റെ കൃത്യമായ ലിസ്റ്റ് ഉൾപ്പെടെയാണ് ഈ അന്വേഷണ സംഘത്തിന് നൽകിയത്. 7 പേരുടെ ഒരു ലിസ്റ്റാണ്. അതിൽ 5 പേർ കിഡ്നി നൽകിയവരും 2 പേർ ഈ കരൾ നൽകിയവരുമാണ്. ഇങ്ങനെ 7 പേരാണ് ആകെ ഇവിടെ ഈ അവയവ കച്ചവടത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ എല്ലാം തന്നെ കൃത്യമായ ലിസ്റ്റുണ്ട്. ഇവരുമായെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ആ സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോടുമെല്ലാം തന്നെ പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. കാരണം ഇതിൽ ഈ പുറംപോക്കിൽ താമസിക്കുന്നവരുണ്ട്, ഒരുപാട് ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ കുടുംബങ്ങളിലെ സ്ത്രീകളെയാണ് ഇത്തരത്തിൽ ഈ അവയവ മാഫിയ ആദ്യം തന്നെ ലക്ഷ്യമിടുന്നത്. അവരെ ബന്ധപ്പെടുന്നു, പിന്നീട് ഇവർക്ക് ഇത്ര രൂപ നൽകാം, കിഡ്നിയാണോ കരളാണോ വേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തുന്നു. അതിനേക്കാൾ എത്രയോ ഇരട്ടി തുകയിലേക്ക് അവർ ഈ ഏജന്റുമാർ അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് തുച്ഛമായ തുക ഇവർക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ 2 വാർഡുകളിലെ ലിസ്റ്റ് മാത്രമാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എത്രത്തോളം മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഈ പഞ്ചായത്തിൽ മാത്രമല്ല ഈ ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ എവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അവയവ കച്ചവടം നടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം തന്നെ കച്ചവടം നടക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് എന്ന ഒരു പരാതിയാണ് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയത്. പക്ഷേ അതിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് വിവരങ്ങൾ പറ്റി പറയേണ്ടത് കൂടി ഉണ്ടല്ലോ. അതായത് ഒന്ന്, ഇവരെ എങ്ങനെ ബന്ധപ്പെടുന്നു ഈ മാഫിയ എന്നതിനെ പറ്റി അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? മറ്റൊരു കാര്യം, ഈ സ്വാഭാവികമായിട്ടും ആശുപത്രികൾ ഇത്തരത്തിൽ ദാനം നടത്താനായി അല്ലെങ്കിൽ അവയവം അറുത്തുമാറ്റുന്ന ഈ ഒരു നടപടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കച്ചവടമുണ്ടല്ലോ, അത് എവിടെ നടക്കുന്നു, ഏത് തരത്തിൽ, കേരളത്തിൽ തന്നെയാണോ ഇത് നടത്തുന്നത്, ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വിവരങ്ങളെ പറ്റി കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്തിട്ട് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് ഏജന്റുമാർ മുഖേനയാണ് ഇവർ ബന്ധപ്പെടുന്നത്. ഈ അവയവ കച്ചവടം നടന്നിട്ടുള്ള 7 പേരെ തന്നെ ബന്ധപ്പെട്ടത് ഒരേ ഏജന്റാണ്. ആ ഏജന്റാണ് ഇവരെ ബന്ധപ്പെട്ടിരിക്കുന്നതും അവർ മുഖേനയാണ് ഇത്തരത്തിൽ പണമെല്ലാം തന്നെ നൽകിയതുമെല്ലാം തന്നെ. ഈ അന്വേഷണം നടന്ന സമയത്ത് ഈ ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയത് പോലീസിന് ഈ ഏജന്റിൻ്റെ പേര് ലഭ്യമാവുകയും ചെയ്തു. എന്നിട്ട് ഈ ഏജന്റിനെ ഈ പോലീസ് വിളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അയാളുടെ മൊഴിയെല്ലാം തന്നെ എടുത്തു. പക്ഷേ അയാൾ മുൻപ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് അന്ന് പോലീസിനോട് നൽകിയത്.